വ്ളാഡിവോസ്റ്റോക്കിലെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമുക്ക് കാണാം. ബ്രോ, ഇതിനകത്ത് ക്യാമറ നോട്ട് അലൗഡ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. അത് കുഴപ്പമില്ല, നമ്മളിപ്പോ ഒരു അരമണിക്കൂർ നേരത്തേക്ക്. ആണോ? പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഓക്കെ, ബാ. ഇത് വൺ സെറ്റപ്പ് ഒക്കെ ആണല്ലോ. ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനെങ്ങനെ കയറും? ഓഹോ, അങ്ങനെയാ? നിങ്ങൾക്ക് കാർഡൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കാർഡ് വെച്ച് 3 പേർക്ക് കയറാമോ? നമ്മുടെ ഐഡിയ ആണ് ഇതിലുണ്ടാവുക, നമ്മുടെ പേര്. നിങ്ങൾ വൻ സെറ്റപ്പ് അല്ലേ? ഇതെന്ത് ലൈബ്രറിയാണ് ബ്രോ? കിട്ടില്ല സ്ഥലം. അതെ, ഇവിടെ കുറെ ആൾക്കാരിരിക്കുന്നു. ഹായ് ഹായ്, കുറെ ആൾക്കാരുണ്ടല്ലോ. ചില സ്ഥലത്ത് നമുക്ക് അപ്പുറത്ത് മലകൾ കാണാം, പക്ഷെ എന്നാലും ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ തിരയടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ലിസ്റ്റാക്കിൽ പോയി കഴിഞ്ഞാൽ ഈ വിന്ററിൽ ഈ ലേക്ക് കംപ്ലീറ്റ് ഫ്രീസ് ആവും. ആൾക്കാർ വണ്ടിയൊക്കെ ഇറക്കി ഡ്രിഫ്റ്റ് ചെയ്യും. അവിടെ ഒരു തവണ പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ വരുന്നതാണ്. ഇവിടെ വിന്ററിൽ കടലൊക്കെ ഫ്രീസ് ആവും. ആണോ? ശരി. ചൈനയും കൊറിയൊക്കെ ക്ലോസ്ഡ് ആണ്. ടൈം സോൺ ഒക്കെ മൊത്തം മാറി. ഉറക്കമൊന്നും ശരിയല്ല പലരുടെയും. മോസ്കോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏകദേശം 7 ടൈംസ് ടൈം മാറുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്റെ കഴിഞ്ഞതാണ്. നമ്മളിപ്പോൾ ഉള്ളത് റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ പസഫിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലാണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ എന്താ കാര്യം എന്നല്ലേ, ഞാനിവിടെ ഒരു കൊച്ചു കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാണ്. യെസ്, അപ്പോൾ ഇവിടെ ഭാവി നമ്മുടെ ഈ പറഞ്ഞ പോലെ റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ വളർന്നു വരുന്ന ഭാവി ഡോക്ടർമാരാണ് ഈ നിൽക്കുന്ന ആൾക്കാർ. ഇവിടെ MBBS പഠിക്കുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും. എല്ലാവരും ഹായ് വെച്ചേ. ഇവരെല്ലാം ഭയങ്കര മടിയന്മാരായിട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഒരു അലസതയോട്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരു എനർജി വരുത്തി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എവിടെ നിന്നുള്ളവരാണ്? പറ. ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം. ട്രിവാൻഡ്രം. പിന്നെ ആലപ്പുഴ, മലപ്പുറം. അടുത്ത് ട്രിവാൻഡ്രം. അപ്പൊ ട്രിവാൻഡ്രംകാരാണോ ഇവിടെ കൂടുതൽ മെജോറിറ്റി? ഒരു ആക്റ്റീവ് ഇല്ലല്ലോ. ട്രിവാൻഡ്രംകാരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? ഇവരെല്ലാവരും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടികളാണ്. എങ്ങനെയുണ്ട് റഷ്യൻ ജീവിതം? സൂപ്പറാണോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? MBBS പഠിക്കാൻ ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? സൂപ്പറാണോ? ഉഷാറാണോ? ഉഷാർ പറയുന്നതിന് ഒരു ഉഷാറില്ലല്ലോ. ഉഷാർ വരട്ടെ. ഉഷാറാണ്, അങ്ങനെ പറയണം. ഓക്കെ. അപ്പൊ എന്തായാലും ഇവരെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത്. ഇവരെ കാണുക മാത്രമല്ല, ഇവർക്ക് ഒരു സാധനം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം? അത് ഒരു വാഷിംഗ് മെഷീനും ഒരു ബേണറുമാണ്. വാഷിംഗ് മെഷീൻ, അപ്പോ അതൊന്ന് വാങ്ങിക്കൊടുക്കാന്ന് വെച്ചിട്ട് വാഷിംഗ് മെഷീൻ ഗിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇവരുടെ യൂണിവേഴ്സിറ്റിയും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നമ്മളിവിടെ കലീന മോളിൽ എത്തിയിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത് കലീന മോളിൽ? പറയൂ. പിള്ളേർക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലേ? ഓക്കെ. പിള്ളേരോടെ വാഷിംഗ് മെഷീന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്യാം. അവര് ഡെലിവറി ചെയ്യുമായിരിക്കും അല്ലേ അവിടെ? ഇതിനകത്ത് കടയുണ്ടോ? അപ്പൊ സാംസങ്ങിന്റെ ഈ കാണുന്ന മോഡലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. 25,999 റൂബിളാണ്. ദാറ്റ് മീൻസ് 26,000 ഇന്ത്യൻ രൂപ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. പേര് അസ്താഫ് അല്ലേ? അസ്താഫും പൂജയ്ക്ക് നമ്മളിവിടെ കൈമാറുകയാണ് അല്ലേ? അപ്പോ എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് അവർക്ക് അതും കൊടുത്തേക്ക്. ഇത് നാളെ അവര് വീട്ടിൽ കൊണ്ട് തരുമോ? ഹോസ്റ്റലിൽ കൊണ്ട് തരുമെന്ന്. അത് അവര് കൊണ്ട് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പേയ്മെന്റ് ഒക്കെ അടച്ച എല്ലാ സംഭവങ്ങളും സെറ്റാണ്. ഓക്കെ. അപ്പം മുതലാളി എന്നെ കൊടുത്തോളൂ അല്ലേ? അപ്പൊ അതവര് വീട്ടിൽ കൊണ്ട് തരും. ഇവർക്കറിയാം നമ്മളെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് സാധാരണ. ആണോ? എങ്ങനെയുണ്ട് ഇവര്? പ്രോബ്ലംസ് ഒക്കെ എന്തുണ്ടെങ്കിലും സോൾവ് ചെയ്ത് തരും. ആക്ച്വലി ഇവർക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരുടെ ഹോസ്റ്റലിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗവൺമെന്റ് ഹോസ്റ്റലാണ്. അപ്പോൾ ആ ഹോസ്റ്റലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ റിനോവേഷൻ നടക്കുകയാണ്. സാധാരണ ഇതിലിപ്പോൾ ഇവർ അവധിക്ക് നാട്ടിൽ പോകുന്ന സമയമാണ്. പക്ഷേ കോവിഡ് ഒക്കെ ആയ കാരണം ഇവർക്ക് ആർക്കും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവരോട് ഉള്ളപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് തുണി അലക്കാനായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. മക്കളെ ഇനി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഇവരുടെ മുമ്പിൽ നിർത്തിക്കും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞ് മാറ്റിക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മളിനി ആക്ച്വലി പോകാൻ പോകുന്നത് ഇവിടുത്തെ പസഫിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ഡോക്ടർ ഷഫാഫിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോലെ യെസ്. നമുക്കിനിയിപ്പോൾ ഇവിടുത്തെ പസഫിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു അനാട്ടമി ലാബ് സന്ദർശിക്കാനായിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അനാട്ടമി ലാബൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ആദ്യമായിട്ടാ വൻ സെറ്റപ്പാണല്ലോ.
ഓ അപ്പൊ ഇവിടെ റഷ്യൻ സ്റ്റുഡൻസും എല്ലാരും ഉണ്ടല്ലേ? അത് അത് റഷ്യയിലെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുണ്ട്. അതെങ്ങനെ പരിപാടി? ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അത് കംപ്ലീറ്റ്ലി 100% ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതേസമയം ഇവിടെ റഷ്യൻ മീഡിയത്തിലും മെഡിസിൻ പഠിപ്പിക്കും. റഷ്യൻ മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് റഷ്യൻ സ്റ്റുഡൻസ് മാത്രമാണ്. പക്ഷേ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 100% ഇംഗ്ലീഷ് മീഡിയം അക്കാഡമിക്സ് ആണല്ലേ? പക്ഷെ നമ്മള് റഷ്യൻ പഠിക്കുകയും വേണം ഭാഷ. അതിപ്പോ നമ്മുടെ നാട്ടില് ഇപ്പോ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു സ്റ്റുഡന്റ് കേരളത്തിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ മലയാളം പഠിക്കണമല്ലോ. അതെ അതെ അതെ. കാരണം അവർ മിങ്കിൾ ചെയ്യുന്നത് ലോക്കൽസ് ആയിട്ടല്ലേ. അത് ശരിയാ. ആ സമയത്ത് അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പേഷ്യന്റ് ഡോക്ടർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന ഒരു ലാംഗ്വേജ് പഠിക്കണവർ. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ? ഇത് സിറ്റിയുടെ സെന്ററിലാണ് അല്ലേ? നമ്മൾ വന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. എയർപോർട്ടിൽ നിന്ന് 20 മിനിറ്റ്സ്. പിന്നെ സിറ്റിയുടെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസിലാണ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഹെഡ് ഓഫ് ദി കഫേഡ്രയുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ടോക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ. ഇതാണ് നമ്മുടെ കുട്ടികളുടെ അനാട്ടമിയിലത്. അതായത് നമ്മള് വേറെ അനാട്ടമി പഠിച്ചു വന്നതിന് ശേഷം കുട്ടികൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത്. പ്രാക്ടിക്കൽ കുട്ടികൾക്ക് നമ്മുടെ ബോഡി വെച്ച് വേറെ തന്നെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. മസിൽസ് ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഒറിജിനൽ മസിൽസ് ആണ്. ആണോ? അതെ അതെ അതെ. ഓ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുക? അതെ അതെ. ഏതോ ഒരു റഷ്യക്കാരന്റെ ആണെന്ന് തോന്നുന്നല്ലേ? പൊന്നെ, ഇതിനൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് ബോൺസ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് അപ്പുറമുള്ള ആ ടേബിളിൽ പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഈ ബോൺസ് അല്ലേ വെച്ചിരിക്കുന്നത്? കറക്റ്റ് അല്ലേ? താഴെ വെച്ചിരിക്കുന്ന ഒക്കെ ബോൺസ് ആണ്. ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അതെ അതെ. കുട്ടികളുടെ വരെ ഉണ്ട്. കൊച്ചു കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ ബോൺസ്. ഏകദേശം 100 വർഷത്തിന്റെ അടുത്ത് പഴക്കമുള്ള മ്യൂസിയമാണിത്. ആണല്ലേ? ഓക്കെ. എന്ത് സ്പീഡിലാണ് സംസാരിക്കുന്നത്. ഇത് ഹോളണ്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഓ അപ്പൊ റഷ്യൻ അല്ല അല്ലല്ലേ? ഹോളണ്ടുകാരനാ. ഇതിൽ കണ്ണൊഴിച്ച ബാക്കിയെല്ലാം ഒറിജിനൽ. ഓക്കെ ബ്രോ, ഞാൻ ഒരു ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവരെല്ലാം സംസാരിക്കുന്ന റഷ്യൻ ഭാഷയല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാവില്ലല്ലോ തുടക്കത്തിലൊക്കെ വരുമ്പോഴത്തേക്കിനും. സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മള് കുട്ടികളില്ലേ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എന്തായാലും ഡൗട്ട്സ് കുറെ വരും. അപ്പൊ ഇവിടെ വന്നിരിക്കുക, മൊത്തം റെഫർ ചെയ്യുക. അതാണ് ഇവിടെ ഉള്ളത്. സ്റ്റുഡൻസിനൊപ്പം എല്ലായിടത്തും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ? ഇല്ലെങ്കിൽ പണിയാവൂലേ? വലിയൊരു വീഡിയോ ഞാൻ നമ്മുടെ സ്റ്റഡി ലിങ്ക്സിന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള മൊത്തം ഡീറ്റെയിൽ. അത് നല്ലൊരു കാര്യം. കാരണം ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ കാണിക്കുന്നതിലും നല്ലത് ഇവര് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ ചാനലിൽ അതിനെപ്പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ കോഴ്സുകളെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഇവരുടെ 4-5 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. കിഡ്നി അല്ലേ ഇത്? ഇതെന്താ ഇത്? പല ഇന്റർസെക്ഷൻസ് ആണോ? ഇന്റർസെക്ഷൻസ് ആണ്. ഇതിപ്പോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഫുൾ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എന്തോ ബ്രോ? ഇത് കിഡ്നിയുടെ ഉള്ളില് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അകത്ത്. ഇത് നമ്മുടെ വയറ്റിനകത്തുള്ള സാധനങ്ങളാ? ഒറിജിനൽ? ഇത് ഒറിജിനൽ. ഇവരൊരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യുന്നതാണ്. ഇതെന്തോ ബ്രോ സാധനങ്ങൾ? ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ ഭയങ്കര റെയറാണ് നമ്മുടെ നാട്ടിൽ കാണുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അബോർഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ നേരെ നമ്മള് പ്രോപ്പർ ആയിട്ട് ഫുണറല് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ചില ആൾക്കാർ ഇത് കൊടുക്കും കുട്ടികളെ പഠിക്കാനായിട്ടല്ലേ? ഇത് അബോർഷൻ ആയ കുട്ടികളല്ലേ? ഇത് മറ്റേ മുച്ചുണ്ടല്ലേ? അതെ അതെ അതെ. അങ്ങനെയൊക്കെ ഇപ്പൊ അബോർഷൻ ആയത് അല്ലെങ്കിൽ പ്രീമച്ചർ ആയിട്ട് മരിച്ചു പോകുന്ന കുട്ടികള്, അങ്ങനെയുള്ള കുട്ടികളുടെ ഇത് മൊത്തം. ഓക്കെ. ഇത് കണ്ടില്ലേ, തലയിൽ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബർത്ത് ഡിഫക്ട് ഉണ്ടെങ്കിൽ ഇവർ അബോർട്ട് ചെയ്യും. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ സ്കാനിങ് ചെയ്യുമ്പോഴത്തേക്കിനും കാണുമ്പോഴത്തേക്കിനും അബോർട്ട് ചെയ്യാൻ ഡോക്ടർ പറയുമല്ലോ അല്ലേ? ഈ പ്രശ്നങ്ങൾ ഇത് കണ്ടോ, ഈ കുഞ്ഞിന്റെ തല കണ്ടോ? അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ അബോർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അത് ഇവര് പഠിക്കാനായിട്ട് കൊടുക്കുമല്ലേ? ഇത് മറ്റേ 2 തല ഒരു ബോഡിയല്ലേ? ഷോ, എന്തൊക്കെയല്ലേ? ഇതിനെ നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഈ സംഭവം റഷ്യനിൽ അടിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അവിടെ കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടറിൽ വരും. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് മൊത്തം എടുത്തിട്ട് ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. ഇതിനെ കറക്റ്റ് എക്സാമിൻ ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സംബന്ധത്തിൽ കൊള്ളാം. ഇവിടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഹൃദയം വെച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഹൃദയം പോലും വെച്ചിട്ടുണ്ട്. ഇവിടെ സാധനങ്ങൾ ശരിക്കും പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കണ്ട് പഠിക്കാം അല്ലേ? എന്തൊക്കെ സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. കുഞ്ഞു കുട്ടികളുടെ ബോഡി മുറിച്ചു വെച്ചിരിക്കുന്നു, ശ്വാസകോശങ്ങൾ. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ബോഡി, അത് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു സ്ട്രക്ചറായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ കൈയുടെയും കാലിന്റെയും
കാലിൻ്റെയൊക്കെ പാർട്സ്, കൈയുടെ കാലിൻ്റെ ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിരിക്കുന്നു. യെസ്, ഈ ചേച്ചി അടിപൊളിയായിരുന്നു. ഞങ്ങളോടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കൊള്ളാല്ലേ? ഇവർ ഇംഗ്ലീഷ് സംസാരിക്കണേ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു അല്ലേ? സിറ്റിയുടെ നടുവിൽ ഇത്രയും വലിയ സെറ്റപ്പ് ഉള്ള ഈ ഒരു സ്ഥലത്ത് ഇവർക്ക് ഹോസ്റ്റലിൽ താമസിക്കാനായിട്ട് ആകെ കൊടുക്കേണ്ടത് 1000 രൂപ. 1000 രൂപ എന്ന് പറഞ്ഞാൽ 1000 രൂപ മാത്രം ഹോസ്റ്റലിൽ താമസിക്കാൻ. നമുക്ക് പിന്നെ ഭക്ഷണം നമുക്ക് വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം, എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ 1000 രൂപ കൊടുത്തിട്ട് ഒരു പുറത്ത് താമസിക്കാൻ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കാൻ പറയുമ്പോൾ വലിയ കാര്യമല്ലേ? പുറത്തൊക്കെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കണമെങ്കിൽ മിനിമം ഒരു 10-25,000 രൂപ വേണ്ടേ? നമ്മളിപ്പോൾ നടക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം പുറത്തുകൂടെയാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കോഫി ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ. ശരിക്കും നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഈ ഒരു സിറ്റിക്ക് എന്തൊക്കെയോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലേ? ഈ സ്റ്റുഡൻസിന് പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാം ക്യാമ്പസിനകത്ത് തന്നെ അവൈലബിൾ. അത് ശരിയാ അല്ലേ? അതെ. പിന്നെ ഈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത് റഷ്യയുടെ ഈ ഒരു സൈഡിലെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ഇവിടെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. ഇഷ്ടംപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് പല രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. റഷ്യയിൽ ഇപ്പോൾ റഷ്യ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, റഷ്യയിൽ ഇപ്പോൾ ഒരു MBBS പഠിച്ചിറങ്ങണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? പസഫിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അറൌണ്ട് ഒരു 25 lakhs ഉള്ളിലേ വരുന്നുള്ളൂ. എല്ലാം കൂടെ അവർക്ക് അവരുടെ ഹോസ്റ്റൽ, അവരുടെ എല്ലാ എക്സ്പെൻസും കൂടെ ഒരു 25 lakhs 6 വർഷത്തേക്ക് വരുന്നുള്ളൂ. അതെ. അതെന്താ ശരിക്കും നമ്മുടെ നാട്ടിൽ എക്സ്പെൻസീവും ഇവിടെയൊക്കെ കുറവും വരുന്നത്? ഇവിടെ ഡിമാൻഡ് ഇല്ലാഞ്ഞിട്ടാണോ? നമ്മുടെ നാട്ടിൽ എക്സ്പെൻസീവ് അല്ല, ഗവൺമെന്റ് സീറ്റുകൾ കുറവാണ്. നാട്ടില് സീറ്റുകൾ കുറവാണല്ലോ, അതുകൊണ്ടാണ്. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ നീറ്റ് എക്സാമിനേഷൻ ഏകദേശം 3.5 ലക്ഷം സ്റ്റുഡൻസ് എഴുതുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ നമ്മുടെ നാട്ടിൽ ടോട്ടൽ 3,500 സീറ്റ്സേ അവൈലബിൾ ഉള്ളൂ കേരളത്തില്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 65,000 സീറ്റ്സ് ആണ് ആകെ അവൈലബിൾ ഉള്ളത്. ഞാൻ പറയുന്നത് പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജുകൾ, ഡീംഡ് കോളേജുകൾ എല്ലാം കൂടെ 65,000 സീറ്റേ ഉള്ളൂ. പക്ഷെ ഏകദേശം ഒരു 14 മുതൽ 16 ലക്ഷം സ്റ്റുഡൻസ് ഈ ഒരു സീറ്റിനോട് എക്സാം എഴുതുന്നുണ്ട്. ശരി. അപ്പൊ അത് കിട്ടാത്ത സ്റ്റുഡൻസിന് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകും, അല്ലെങ്കിൽ BDS, ആയുർവേദം, ഹോമിയോ അങ്ങനത്തെ കോഴ്സുകൾക്ക് പോകും, അല്ലെങ്കിൽ അബ്രോഡ് വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് കോളേജുകളാണ്. ഈ ഗവൺമെന്റ് ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു സ്റ്റുഡന്റിന് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 25,000 റുപ്പീസാണ് അവർക്ക് മെറിറ്റ് ഫീസ് വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ, വളരെ കുറവാണ്. സെയിം സിലബസും സെയിം കോഴ്സ് തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജുകൾ, അതായത് ഫിനാൻസിംഗ് കോളേജിൽ ഒരു KMCT കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ NRI സ്റ്റുഡൻസിന് ഒരു വർഷം 20 lakhs ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ പഠിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടൂല കേട്ടോ. അതെ, ഈ സ്റ്റുഡൻസ് നാട്ടിൽ വന്ന് നാട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നാട്ടിലെ റൊട്ടീൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ക്ലിയർ ആയി വരുള്ളൂ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല, പിന്നെ പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാനുള്ള സാമ്പത്തികമില്ല, പക്ഷെ എനിക്ക് ഒരു ഡോക്ടർ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർക്ക് ശരിക്കും റഷ്യ പോലെയുള്ള പല രാജ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടും. കുറെ രാജ്യത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ? ഇത് 13 നിലയുണ്ട് മൊത്തം. ഇതാണ് ഇവിടുത്തെ സ്റ്റിമുലേഷൻ സെന്റർ ആണല്ലേ? അതെ. ഇത് കുട്ടികളുടെ അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് കണ്ടാലോ? കാണാം. അധികം ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതായത് ഇവിടെ ഡമ്മി വെച്ച് പഠിപ്പിക്കുകയാണ് എന്നൊക്കെ. അത് എന്തിനാണ്, എങ്ങനെയാണെന്നുള്ള സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് സുജിത്തേട്ടന്റെ കൂടെ ആയതുകൊണ്ട് അപ്പോ എല്ലാം വലിയ വലിയ സെറ്റപ്പുകളാട്ടോ. എന്തായാലും നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന് കയറി പോലുണ്ടല്ലേ? പൊളിച്ചു. ഇവിടെ എല്ലാം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കാർഡ് വെച്ച് കാണിച്ച് സ്വൈപ്പ് ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജാക്കറ്റുകളെല്ലാം ഇവിടെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ടോക്കൺ ഒന്നും ഇല്ല അല്ലേ? സാധാരണ രീതിയിൽ ടോക്കൺ ഉണ്ടാവും, പക്ഷെ ഇപ്പൊ കുട്ടികളുടെ വെക്കേഷൻ നടക്കുന്നുണ്ട്. ആണല്ലേ? അത് ശരി. പിന്നെ ആരും എടുത്തോണ്ട് പോകാറില്ലല്ലോ, പോകാനും പോകുന്നില്ലല്ലോ. ഇതിനകത്തെ സംഭവങ്ങളൊക്കെ എന്ന് തോന്നുന്നു. ഇവിടെ മുമ്പിൽ കുറെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ക്യാൻറ്റീനാണോ? ഇവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നു, കുട്ടികളൊക്കെ ഇരിക്കുന്നു. ക്യാൻറ്റീനല്ലേ? അവരിത് ഭക്ഷണം കഴിക്കണം അവിടെ ഇരുന്ന്. 1, 2, 3, 4 ലിഫ്റ്റ് ഉണ്ട് മോളിൽ പോകാനായിട്ട്. ഇതൊക്കെ എന്താണ് ബ്രോ? ഇതൊക്കെ മൊത്തം ഇവരുടെ ഇതാണ് സ്റ്റിമുലേഷൻ. ശരി. ഇതിന് തന്നെ ഈ സ്റ്റിമുലേഷൻ സെന്ററിൽ തന്നെ അനാറ്റമിക് ഡിപ്പാർട്ട്മെന്റ്, സർജറി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പോണേ? നമ്മളിപ്പോ അനാറ്റമിക് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പ്രീ ക്ലിനിക്കൽ ആയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെ സോഫ്റ്റ് ആണല്ലോ, ശരീരത്തിൽ തൊടുന്ന പോലെ ഉണ്ടല്ലോ. അതെ, അതങ്ങനെ ഉണ്ടാവാം. ഓക്കെ. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഇഞ്ചക്ഷൻസ് കാര്യങ്ങളും ഒക്കെ എങ്ങനെ ചെയ്യണം, അതിന്റെയൊക്കെ മസ്കുലർ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ 3 വർഷം ഇവിടെ ട്രെയിനിങ് ഉണ്ടാവും. കമ്പൽസറി ട്രെയിനിങ് ആണ്.
ഇതിങ്ങനെ ചെയ്ത് അതിനുശേഷം മാത്രമേ നമ്മളെ പേഷ്യൻസിനെ തൊടാൻ സമ്മതിക്കത്തുള്ളൂ. ഓക്കെ. ഇതിൽ നമ്മൾ പ്രോപ്പർ മസ്കുലർ പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻസിന് ഒരിക്കലും ഡിസ്കംഫർട്ട് ഇതൊക്കെ കുട്ടികൾ കുത്തിപ്പടിച്ചായിരിക്കും ഇതൊക്കെ. ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി അല്ലേ? അതെ അതെ. ആദ്യത്തെ 3 വർഷം നന്നായിട്ട് പ്രീ ക്ലിനിക്കൽ പ്രാക്ടീസസ് തരും. കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലിനിക്കലോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നോക്കി, ഇതൊക്കെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ബ്ലഡ് എടുക്കുന്ന സംഭവമാണ്, അത് ബ്ലഡ് കൊടുക്കുന്ന സംഭവം, ബ്ലഡ് കയറ്റുന്ന സംഭവം അല്ലേ? ഓക്കെ. അപ്പൊ ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്തോടെ ബ്ലഡ് വരും അല്ലേ? വെയിൻ ആണല്ലേ ഇത്? ഇതിപ്പോ പീഡിയ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ശരി. ഓക്കെ. ഇത് മറ്റേ കുട്ടികളുടെ ഇതല്ലേ? ഇതൊക്കെ പ്രീ ക്ലിനിക്കൽ ആണ് കേട്ടോ. ക്ലിനിക്കൽ വേറെ തന്നെ ഉണ്ട്. അവിടെ നമുക്ക് ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിനെ കാണിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്, പൾസ് വരെ നമുക്ക് അറിയാൻ പറ്റും. കാലിന് തൊട്ടാ പൾസ് അറിയാൻ പറ്റും. ആണോ? അതെ അതെ. ഇത് അത്രക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. കുട്ടികൾക്ക് നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓ അത് ശരി. ക്ലിനിക്കലായിട്ട് നമ്മൾ ഇത് ചെയ്താൽ മാത്രമല്ല ഒരു പേഷ്യന്റിനെ തൊടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാതെ ഡയറക്റ്റ് ഒരു പേഷ്യന്റിനെ പോയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം നമുക്ക് നടക്കത്തില്ലല്ലോ. കുഞ്ഞിനെടുത്ത് വളച്ച് ഓടിച്ച് എന്ത് വേണം ചെയ്യാം അല്ലേ? പിന്നെ ഇത് ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള പഠിപ്പിക്കുന്നതാണ്. നമുക്ക് അവിടെ കമ്പ്യൂട്ടറിൽ ഈ ലേഡിക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് സെറ്റ് ചെയ്യണോ അതൊക്കെ അവിടെ സെറ്റ് ചെയ്യും. അതൊന്ന് കാണിച്ചു തരാൻ പറയോ? അത് കൊള്ളാലോ പരിപാടി. ഇവര് ബ്രീത്ത് ചെയ്ത് കൊള്ളാലോ. ഇത് കണ്ണടയ്ക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബ്രീത്ത് ചെയ്യുന്ന സൗണ്ട് വരെ കേൾക്കാം. അതെ. ഓക്കെ. കോംപ്ലിക്കേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം ഡെലിവറി പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഇവിടെ നടക്കും. ഇതിനുശേഷം മാത്രമേ നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് അയക്കത്തുള്ളൂ. ഇത് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ മാത്രം. കുഞ്ഞുണ്ടായ ഉടനെ അവർ നേരെ ആ ടേബിളിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് കടത്തും. എന്നിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് റെഡിയാക്കും, എല്ലാ സംഭവങ്ങളും. ഇത് പ്രോപ്പർ ആയിട്ട് പ്രീ ക്ലിനിക്കൽ ആണ് ഞാൻ പറയുന്നത്. അതോ എന്റെ സംഭവം ഇത് അത് ചെയ്ത് കാണിക്കുമല്ലേ ഇവിടെ ആക്ച്വലി? ഇവിടുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്ലിനിക്കലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓ, ഇവിടെ കുഞ്ഞിന്റെ എല്ലാ സംഭവങ്ങളും കാണാല്ലേ? അതെ അതെ, കാണാം. അത് ശരി. ഓക്കെ. അപ്പൊ അതിനകത്ത് വരുന്ന വേരിയേഷൻസ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കൊള്ളാം. ടെക്നോളജി ഭയങ്കര കേട്ടോ. കുട്ടി വെച്ചെടുക്കുന്നത് കൊള്ളാം കേട്ടോ പരിപാടി എന്തൊക്കെയായാലും. അപ്പൊ ഇത് ഓക്സിജൻ കൊടുക്കുമ്പോ കറക്റ്റ് ഇതിനകത്തോട്ട് കയറി പോകും അല്ലേ? ഓക്കെ. ശരിക്കും ഒരു ലൈവ് ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യാമോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഈവൻ നമ്മള് ടോർച്ച് അടിക്കുമ്പോൾ കൺസ്ട്രിക്റ്റും ഡയലേറ്റും വരാവും. കണ്ടോ? അതെ അതെ. അത് ശരി. ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. കംപ്ലീറ്റ് സംഭവങ്ങള് അവർക്ക് അവിടെ ഇരുന്ന് മൊത്തം കിട്ടും നമുക്ക്. ആണോ? പിന്നെ BP എല്ലാം കിട്ടും. ഇത് അണ്ണം ചുമക്കുന്നു. അപ്പൊ ചുമക്കുമ്പോ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഫീലിംഗ് വരെ അറിയാൻ പറ്റുമോ? അതെ അതെ. അതെ. ചുമക്കുമ്പോ ശ്വാസം എടുത്ത് ഈ ഇവിടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതുപോലും അറിയാൻ പറ്റുന്നുണ്ടല്ലേ? CPR ചെയ്യാന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അറിയാലോ. നമ്മൾ മരിക്കാറായി കിടക്കുമ്പോഴാണല്ലോ ചെയ്യുന്നത് അല്ലേ? അവസാന വരവ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കൂടിയാണ്. CPR ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ലൈഫിൽ പ്രോപ്പർ ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതിന് ഇവിടുന്ന് നന്നായിട്ട് ട്രെയിൻ ചെയ്യും. എന്താണ്ട് ഇതില് ഈ ഒരു സാധനത്തിൽ മൊത്തം കറക്റ്റ് നമ്മൾ ചെയ്യുന്ന CPR കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോ അങ്ങനെ ട്രെയിൻ ചെയ്ത് കുറെ പ്രാവശ്യം ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റൽസിലോട്ട് അയക്കുന്നത്. അപ്പൊ ഇങ്ങനെ അയക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി അപ്പോ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ അവർ ഓൾറെഡി മസ്കുലർ പ്രാക്ടീസ് പ്രോപ്പർ എല്ലാം റെഡി ആയിരിക്കും. അതെ അതെ. അപ്പൊ അവരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി അവരുടെ കൈ അതിന് വഴങ്ങും. പ്രശ്നം ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. ഓൾറെഡി അവരുടെ ഏകദേശം പേടി ഇവിടുന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെയാണ് പേഷ്യൻസിനെ കാണുന്നത്. പേഷ്യൻസിനും ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല. മനസ്സിലായി. ഓക്കെ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വിന്റർ വരുന്ന ഒരു സമയമാണ്. ആ വിന്ററിനെ ചെറുക്കാനായിട്ട് ഇവിടെ എല്ലായിടത്തും ഇതേപോലുള്ള റൂം ഹീറ്റേഴ്സ് ഉണ്ട്. വിന്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും -10, -15 വരെയൊക്കെ വരും ചില സമയത്തൊക്കെ. അതൊക്കെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുക ഒരു 3-4 മാസം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് സ്നോഫോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ബീച്ചുകളുണ്ട്. നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ് വ്ളാഡിവോസ്റ്റോക്ക്. ശരിക്കും ഇത് ഇവിടുത്തെ ഒരു ക്ലാസ് റൂമും കൂടിയാണ് കേട്ടില്ലേ? നോക്കൂ, ഇത്തരത്തിലാണ് ഇവിടുത്തെ ക്ലാസ് റൂം സംഭവങ്ങളൊക്കെ. എന്തൊക്കെ സംഭവങ്ങളുണ്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ കോളേജിനകത്തേക്ക് വരുന്നത്. ഞാൻ ഇതുവരെ പുറത്തുനിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ ചികിത്സിക്കാൻ പോയിട്ടുണ്ട്. അല്ലാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ആദ്യമായിട്ടാണ് പോകണേ. ഇല്ല, പോയിട്ടില്ല. ഞാനിവിടെ ഇത് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്ന സാധനത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇത് ഡമ്മിയല്ലേ? അല്ല സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് വെക്കുമ്പോഴത്തേ അവിടെ ഡിസ്പ്ലേയിൽ ഇതിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടോ, എവിടേക്ക് എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്കിവിടെ കണ്ട് മനസ്സിലാക്കാം. ഇവിടെ എന്തോരം പ്രഷർ കൊടുക്കണം, അങ്ങനെ ആ ഒരു രീതിയിൽ ഓരോ സംഭവങ്ങൾ എനിക്കിവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതെന്ന് പോലും എനിക്കിവിടെ കൃത്യമായിട്ട് പഠിക്കാം. കൊള്ളാട്ടോ സംഭവങ്ങളല്ലേ? ഇവിടെ എന്താ ഡിസ്പ്ലേ പരിപാടിയാണല്ലോ ഇത്? ഇതെന്താ ഇത്? ഇതൊരു അനാറ്റമിക് ടേബിൾ എന്ന് പറയാം. അപ്പൊ
ഇതിനെ മൊത്തമായിട്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഓരോ പാർട്ടും. നമ്മളിവിടെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ടെക്നിക്സ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് ഇതും കൂടി കാണാൻ പറ്റും. സെറ്റപ്പ് ആണല്ലോ ബ്രോ. അത് ഫുള്ളി ഇംഗ്ലീഷിലാണ്, കുട്ടികൾക്ക് പഠിക്കാനും സുഖമാണ്. ഓരോന്നോരോന്നായിട്ട് ലിംഫാറ്റിക് സിസ്റ്റംസ് കാര്യങ്ങൾ അത് ഇതെല്ലാം കറക്റ്റ് കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ റിപ്സ് വരെ നമുക്ക് മാറ്റിയിട്ട് ഈ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ റിപ്സ് ഇളക്കി മാറ്റിയിട്ടായിരിക്കും അല്ലേ? ഉണ്ടോ നമ്മുടെ ഹൃദയം ഇരിക്കുന്ന കണ്ടല്ലേ, ഇതിനകത്താണ്. ഇവിടെ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാലോ, ഇത് മുറിപ്പിക്കുന്നത്. അതിനെ പ്ലഗ് ചെയ്ത് ഇപ്പുറത്ത് വെക്കാൻ പറ്റൂല്ലോ എന്ന് ട്രൈ ചെയ്യാണ്. അത് ശരി, എക്സ്പെർട്ടൈസ് ആവണോ അല്ലേ? അതിനുശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും അലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ ഇത്തരത്തില് ഈ ഒരു സാധനം ഇതും കൊണ്ട് എടുത്തിട്ട് അപ്പുറത്തേനകത്തോട്ട് വെക്കാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. ഇതൊക്കെ ചെയ്യുമ്പോ ഡോക്ടറുടെ കൈ വരയ്ക്കാൻ പാടില്ലല്ലോ അല്ലേ? ഇല്ല, പാടില്ല. ഇത് ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ ആണ് കണ്ടല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ, സർജറി ചെയ്യുന്ന റൂം, അതിന് വേണ്ടിയുള്ള സംഭവങ്ങൾ. അപ്പൊ ഇവിടെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഓരോ ബോഡി പാർട്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അതിന് വേണ്ട മെഷീനറീസും ബാക്കി സംഭവങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടേക്ക് ഉണ്ട്. ഇവിടെ ഉണ്ടോ? എല്ലാ റൂമിലും ഓരോന്നോരോന്നുണ്ടാവും. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഈ പസഫിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ഹോസ്റ്റൽ ബിൽഡിങ്ങുകൾ. ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് നമുക്ക് ഇവർ റെഡിയാക്കി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തരാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്കിവിടെ ഹോസ്റ്റലിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഹോസ്റ്റലൊക്കെ ശരിക്കും സേഫ് ആണോ ബ്രോ? ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ? സ്ട്രിക്റ്റ് ആണോ? നല്ല സ്ട്രിക്റ്റ് ആണ്. നമ്മളെ പോലും കയറ്റത്തില്ല. ആണല്ലേ? കാർഡ് വേണം, കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി കിട്ടത്തുള്ളൂ. പിന്നെ നമ്മള് ഇന്നലെ തന്നെ മീറ്റിംഗിന്റെ കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ സ്പെഷ്യലായിട്ട് പാസ്പോർട്ട് എടുത്ത് പെർമിഷൻ എടുത്ത് അവരുടെ ഒരാൾ നമ്മുടെ കൂടെ വന്നിട്ട് മാത്രമേ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളൂ. ആണല്ലേ? എത്ര മണി വരെ ഇവിടുത്തെ ഹോസ്റ്റൽസ് ഉള്ളത്? ഇവിടെ ഒരു 10-10:30 ആകുമ്പോൾ ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്യും. ആണല്ലേ? പുറത്തിറങ്ങാൻ പറ്റില്ല. ഓ, അത് ശരി. അപ്പൊ പുറത്തുനിന്ന് തിരിച്ചു കയറാനും പറ്റില്ല? ഇല്ല, പറ്റില്ല. ആണോ? അത് മുൻകൂട്ടി ഇൻഫോം ചെയ്യണം അവിടെ. ആണല്ലേ? ഇവിടെ ശരിക്കും ഈ 1000 രൂപ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഉള്ളതാണോ ബ്രോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. 1000 രൂപ ഉള്ളെന്ന് പറയുമ്പോൾ 1000 രൂപ അല്ല, 1000 രൂപ. 1000 രൂപ എന്ന് പറയുമ്പോൾ 1000 രൂപയല്ലേ ഉള്ളൂ. ഇതൊരു ഗവൺമെന്റ് ഹോസ്റ്റലാണല്ലോ, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അല്ലേ, അപ്പൊ അത്തരത്തിലുള്ള ഫീസേ വരുന്നുള്ളൂ. ആണല്ലേ? ഈ ഹോസ്റ്റലിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഹോസ്റ്റലിനകത്തെ വീഡിയോസ് ഒക്കെ നമ്മുടെ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇവരുടെ ഹോസ്റ്റലിന്റെ മുമ്പിൽ തന്നെ ഇവിടെ നോവോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. പിന്നെ ഒരു ക്യാപ്സ്യൂൾ ഹോട്ടലുണ്ട്, ക്യാപ്സ്യൂൾ ഹോട്ടൽ ലൂണ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ റോഡുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അത് നോവോട്ടലിൽ നിന്ന് റെസ്റ്റോറന്റ് ആണ്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ തൊട്ട് താഴെ തന്നെ 2-3 സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ശരിക്കും കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഏരിയ വിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഈ ഇൻ ആൻഡ് അറൗണ്ട് സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബ്രോ, ശരിക്കും ഇത് ഹോസ്റ്റൽ ബിൽഡിംഗ്. അപ്പൊ നമ്മൾ രാവിലെ പോയ സ്ഥലങ്ങളൊക്കെ എവിടെയാ? കോളേജുകളൊക്കെ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ഫസ്റ്റ് 1, 2, 3, 4 പിന്നെ 4 ബിൽഡിംഗ് ഹോസ്റ്റലാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഈ ബിൽഡിംഗ് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ആണ് നമ്മൾ കാലത്ത് പോയില്ലേ, അനാട്ടമി ലാബ്, മ്യൂസിയം എല്ലാം പുറകിലാണ്. അവിടെ തന്നെയാണ് അവർക്ക് അക്കാഡമിക് സെക്ഷൻ വരുന്നത്. ആണല്ലോ? അപ്പൊ എല്ലാം അടുത്താ, തൊട്ടടുത്ത് തന്നെ, വാക്കിംഗ് ഡിസ്റ്റൻസിലേ ഉള്ളൂ. ആണല്ലോ? അപ്പൊ ഇവർ ഈ ട്രീറ്റ്മെന്റ് പ്രാക്ടീസിന് വേണ്ടി ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്നത് എവിടെയാ? അതെല്ലാം ഇവിടെ തന്നെ, സെയിം എല്ലാം ഈ ക്യാമ്പസിൽ തന്നെ വരുന്നത്. ആണല്ലേ? ഈ ഭാഗത്ത് പറയുന്നത് സിറ്റി സെന്റർ എന്നാണ്. പിന്നെ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ, ശരിക്കും ഇവിടുത്തെ കോഴ്സുകൾ എന്ന് പറയുന്നത് MBBS ആണോ MD ആണോ? എങ്ങനെയാ അതിന്റെ സംഭവം? അത് ആക്ച്വലി MD എന്നാണ് ഈ കൺട്രിയിൽ പറയുന്നത്. അത് ശരിക്കും ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, ശ്രീലങ്ക, അങ്ങനെ ഒരു 4-5 രാജ്യങ്ങൾ മാത്രമാണ് ഈ കോഴ്സിന് MBBS എന്ന് പറയുന്നുള്ളൂ. ബാക്കി ഓൾ ഓവർ ദ വേൾഡും MD എന്നാണ് ഈ കോഴ്സിനെ പറയുന്നത്. ആണോ? അതായത് ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആണ് MBBS എന്ന് പറയുന്നത്. MD എന്ന കോഴ്സിന് ഈ രാജ്യം പറയുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ MBBSന്റെ ഇക്വലന്റ് ആണ് വരുന്നത്. ആണല്ലേ? MD എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ PG കോഴ്സുകൾ എന്താ പറയുന്നത്? പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെയാണ്. അങ്ങനെ തന്നെ പറയും അല്ലേ? അതാണ് വ്യത്യാസം അല്ലേ? മെഡിസിൻ. നമുക്കുള്ള ഭക്ഷണവുമായി എത്തുകയാണ് സുഹൃത്തുക്കളെ ഇവർ. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് എന്തൊക്കെയാ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്? ബിരിയാണിയോ? എനിക്ക് വയ്യ. ചിക്കൻ ബിരിയാണിയാ? ആരാ ഉണ്ടാക്കിയേ? പറഞ്ഞോ, പേരെന്താ? സുമയ്യ. ഇയാളുടെ പേര്? ആ പുറകെ നാണം കൊണ്ടെങ്കിൽ നിൽക്കുന്ന ആളുടെ പേര്? ഇന്നലെ രാവിലെ ചോദിച്ചാൽ മറന്നുപോയി. എന്നാലും നിങ്ങൾ 3 പേരാണോ ഉണ്ടാക്കിയത്? എനിക്ക് വയ്യ. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ പ്രാവശ്യം സുമയ്യയുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആണോ? അതെന്തിനായിരുന്നു? ബാഗ് കളഞ്ഞു. ബാഗ് നമ്മള് അവിടെ ഒരു മോസ്കോലെ ഒരു ദിവസം എല്ലാ കുട്ടികളും അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ മോസ്കോയിൽ നിന്ന ടൈമിന് സുമയ്യ ബാഗ് മൊത്തം എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മളപ്പോ വണ്ടി കയറിയിട്ടാണ്. അപ്പൊ ഇവിടെ പറ്റിച്ചതല്ലേ? പോട്ടെ, സാരമില്ല. അപ്പൊ എന്തായാലും ശരി. അപ്പൊ താങ്ക് യു സോ മച്ച്. സന്തോഷം. അപ്പൊ എന്തായാലും ഇനി വരുമ്പോ കാണാം. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.
എന്നാലും വളരെ സന്തോഷമാണ്. നമുക്ക് ഇവര് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു. നമുക്ക് പേമിൽ വെച്ചും ഇതേപോലെ തന്നെ ആ കുട്ടികൾ നമുക്ക് രാത്രി ട്രെയിനിൽ നമുക്ക് ഭക്ഷണം കൊണ്ട് തന്നു. സന്തോഷമുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള റഷ്യ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ ഇതുപോലെ MBBS അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാൻ പോകാനായിട്ട്, വിദേശത്ത് പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഫാസിൽ ഭായ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡോക്ടർ ഷഫാഫും നമ്മളെ സഹായിക്കാനായിട്ടുണ്ട്. അടുത്ത് വന്ന് നിൽക്കും, ഡോക്ടറെ കാണണ്ടേ നിങ്ങളെയൊക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ ചെയ്തിരിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ടാവും, അതും നിങ്ങൾക്ക് കാണാം അല്ലേ. യൂട്യൂബ് ചാനലിനകത്ത് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ഒരു 4-5 സീരീസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ.